നമസ്കാരം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് തട്ടിപ്പ് കേസിൽ സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരും ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളും ലൈഫ് മിഷനുമൊക്കെ ഇനി വിചാരണ നേരിടേണ്ടി വരും. കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയ ക്രമക്കേടിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ഒന്നാം പ്രതി യൂണിടാക് ബിൽഡേഴ്സ് ഉടമസ്ഥനായ സന്തോഷ് ഈപ്പനാണ്. രണ്ടാം പ്രതി സന്തോഷ് ഈപ്പന്റെ തന്നെ കമ്പനിയായ സെയിന്റ് വെഞ്ചേഴ്സ്. മൂന്നാം പ്രതി ലൈഫ് മിഷനാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായരാണ് 4ാം പ്രതി. UAE കോൺസുലേറ്റ് PRO ആയിരുന്ന സരിത്താണ് 5ാം പ്രതി. ഈ കേസിൽ സ്വപ്ന സുരേഷ് 6ാം പ്രതിയാണ്. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരയുടെ പരാതിയിലാണ് CBI കേസെടുത്തത്. കേസിൽ അന്വേഷണം നടക്കുകയാണ്. ലൈഫ് മിഷൻ CEO UV ജോസും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറും അടക്കമുള്ളവരും ഈ കേസിൽ കുടുങ്ങിയേക്കും. അന്വേഷണം പൂർത്തിയാവുന്ന മുറയ്ക്ക് ഇവരും പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAEയിലെ റെഡ് ക്രസന്റ് 21 കോടി രൂപയാണ് നൽകിയത്. ലൈഫ് മിഷനും റെഡ് ക്രസന്റും ഒപ്പുവച്ച കരാർ പ്രകാരമാണ് ഈ പണം നൽകിയത്. കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ യൂണിടാക് ബിൽഡേഴ്സ്, സെയിന്റ് വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് സമുച്ചയം പണിയാനായി കരാർ നൽകിയത്. ആശുപത്രി നിർമ്മാണത്തിനായി ഓർഡർ പോലും വിളിക്കാതെയാണ് സന്തോഷ് ഈപ്പന്റെ കമ്പനിക്ക് ലൈഫ് മിഷൻ കരാർ കൊടുത്തത്. ഹാബിറ്റാറ്റിന് ലഭിക്കേണ്ടിയിരുന്ന കരാറാണ് തിരിമറി നടത്തി സന്തോഷ് ഈപ്പന് നൽകിയത്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി UAE റെഡ് ക്രസന്റ് നൽകിയ 21 കോടി രൂപയിൽ 4.5 കോടി രൂപ സന്ദീപും സരിത്തും സ്വപ്നയും സന്തോഷ് ഈപ്പനും ഉൾപ്പെട്ട പ്രതികൾ ആദ്യം തന്നെ കമ്മീഷനായി തട്ടിയെടുത്തു. ഇതിൽ നിന്ന് സന്തോഷ് ഈപ്പൻ പിന്നെയും 5 കോടി കൂടി വകമാറ്റി. ബാക്കി വന്ന 10 കോടി രൂപയുടെ പണി മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഫ്ളാറ്റ് സമുച്ചയം ഇപ്പോഴും പണി പൂർത്തിയാക്കാതെ അതേ രീതിയിൽ കിടക്കുകയാണ്.